ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം തന്ന എല്ലാ നല്ല കൃപകളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് രൂപാന്തരം വരുത്തുന്ന ദൈവമാണ്. നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ആ ദൈവവുമായിട്ടുള്ള ഒരു നിരന്തര സംസർഗം നമുക്ക് അത്യാവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ഒരു മൊമെന്റ് ബൈ മൊമെന്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് യഥാർത്ഥ ആത്മീയത. ആ യഥാർത്ഥ ആത്മീയതയിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത്. കർത്താവ് അതിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഞാൻ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ അത് യുവാക്കളായ ആളുകളായിരുന്നു. അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദർ ഈസ് എ ട്രൂ സ്പിരിച്വാലിറ്റി ആൻഡ് എ ഫോൾസ് സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതായിരിക്കും ട്രൂ സ്പിരിച്വാലിറ്റി, ഫോൾസ് സ്പിരിച്വാലിറ്റി. എന്നാൽ ശരിക്കും ട്രൂ സ്പിരിച്വാലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്യൂഡോ സ്പിരിച്വാലിറ്റി എന്ന് സാധാരണ പറയാറുണ്ട്. സ്യൂഡോ സ്പിരിച്വാലിറ്റി, സ്യൂഡോ എന്ന വാക്കിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അത് കണ്ടാല് ഒറിജിനലിനോട് തുല്യം പോലെയൊക്കെ ഇരിക്കും, എന്നാൽ അത് യഥാർത്ഥ ആത്മീയതയുടെ ഒരു അനുകരണമാണ്. അതിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങ് സാറ്റിസ്ഫൈഡ് ആയി പോകും. നമ്മൾ ചിന്തിക്കും നമ്മൾ ആ യഥാർത്ഥ ആത്മീയതയുടെ ഭാഗമാണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചു പോകും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ആരും കള്ളന്മാരൊന്നും അല്ല. ഈ സ്യൂഡോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അവർ ചൂസ് ചെയ്തതല്ല. റോങ് സ്പിരിച്വാലിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. തെറ്റായ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പറയുകയാണ്, എനിക്ക് യഥാർത്ഥ ആത്മീയത പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കിത് മതി എന്ന് പറയുന്നതായ ഒരു അവസ്ഥ. എന്നാൽ ഇത് അങ്ങനെയല്ല. യഥാർത്ഥ ആത്മീയത ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തന്നെ ദൈവത്തെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായ വ്യക്തികളാണ്. പക്ഷേ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മുമ്പിൽ അവർ കാണുന്നത് മുഴുവൻ, ആ കാണുന്ന ആത്മീയത ഒരു അനുകരണ ആത്മീയത എന്ന് വേണമെങ്കിൽ പറയാം. മലയാളം വാക്കുകൾ അത് പറയുമ്പോൾ ഒരു അനുകരണ ആത്മീയത, അതായത് യഥാർത്ഥ ആത്മീയതയെ അനുകരിക്കുന്നവരായ ആളുകൾ. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ഇതാണ് യഥാർത്ഥ ആത്മീയത എന്ന് നമ്മളങ്ങ് ചിന്തിച്ചു പോകും. അപ്പോൾ ആ ട്രൂ സ്പിരിച്വാലിറ്റിയുടെ തടസ്സം, റോങ് സ്പിരിച്വാലിറ്റി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നീ കള്ളു കുടിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. ആത്മീയതയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ അതിന്റെ പുറകെ പോകത്തില്ല. കാരണം നമുക്കറിയാം അത് റോങ് സ്പിരിച്വാലിറ്റി ആണെന്ന് അറിയാം. പക്ഷേ സ്യൂഡോ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ ആത്മീയതയിലുള്ള കാര്യങ്ങളെല്ലാം അവർക്കും ഉണ്ട്. പക്ഷേ അവര് ആ ഒരു നിലയിലല്ല അതിനെ കാണുന്നത്. അവരതിനെ യഥാർത്ഥ ആത്മീയത അവർ കാണുന്നത് തന്നെ ഇല്ലെന്ന് പറയാം. ഒരു പരിധി വരെ ഉണ്ട്. പക്ഷേ ഒരു ട്രൂ സ്പിരിച്വാലിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ അതിന് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ആ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പം അതിൻ്റെ പിന്നാലെ പോകുന്നതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു പരിധി വരെ, നമ്മൾ ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ചുറ്റും യഥാർത്ഥ ആത്മീയതയെ അനുകരിക്കുന്ന ഒരു അനുകരണ ആത്മീയത ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അതിനകത്ത് എന്താ പ്രശ്നം, അത് അവരും ഇത് തന്നെയാണല്ലോ പറയുന്നത്, അവരും ഇത് തന്നെയാണല്ലോ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് യഥാർത്ഥ ആത്മീയതയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മളെ നിരന്തരം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് അനിവാര്യമാണ്. കാരണം യഥാർത്ഥ ആത്മീയത എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ദൈവത്തിന്റെ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ദൈവം യഥാർത്ഥത്തിൽ അതിൽ നിന്ന് എന്ത് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെ പറ്റി ഒരു ഒരു ഗൈഡ് ലൈൻ തരാനായിട്ട് എപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തി അത് ഒന്ന് എംഫസൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില പ്രവൃത്തി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പലപ്പോഴും പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹോളി സ്പിരിറ്റ്, അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഫോളോ ചെയ്യുന്ന പലരും ഉണ്ട്. അത് ഒരു പരിധി വരെ നമ്മൾ ചിന്തിക്കും. അതായത് മാനുഷികതയ്ക്ക് അപ്പുറത്ത് എന്തോ പറഞ്ഞാലും അത് ഹോളി സ്പിരിറ്റ് ആണെന്ന് ചിന്തിക്കുന്നതായ ആളുകൾ ഒത്തിരി കൂടി വരുന്നതായ ഒരു സമയമുണ്ട്. അത് നമ്മളപ്പം പെട്ടെന്ന് നമ്മളങ്ങനെ ആലോചിക്കും, അത് പരിശുദ്ധാത്മാവല്ലാതെ എന്തുവാ എന്ന് നമ്മൾ ചിന്തിക്കും. ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി, പല ആളുകളും ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് അന്യഭാഷയും ഒന്നാണെന്നാണ്. അന്യഭാഷ പറയുന്നവരെല്ലാം പരിശുദ്ധാത്മാ നിറവുള്ളവരാണെന്നും പരിശുദ്ധാത്മാവ് അതാണ് പരിശുദ്ധാത്മാവ് എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. ഞാൻ അന്യഭാഷ പറയുന്നതിന് എതിര് പറയുന്ന ആളല്ല. ഞാനും അന്യഭാഷ പറയുന്ന ആളാണ്, നിരന്തരമായിട്ട് പറയുന്ന ആളാണ്. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. അന്യഭാഷ എന്ന് പറയുന്നതെല്ലാം അത് കേട്ട ഉടനെ തന്നെ പിന്നെ അയാൾ പറയുന്നതെല്ലാം അന്യഭാഷ പറഞ്ഞ ചെന്തെങ്കിലും വ്യാഖ്യാനം പറയുകയാണെന്ന് വെച്ചു. അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനം പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അന്യഭാഷ പറഞ്ഞേച്ച് വ്യാഖ്യാനം പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നതെല്ലാം പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ആ നിലയിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ ഒരു ശക്തി എന്ന നിലയിലുമല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രാഥമികമായ ചുമതല എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്യഭാഷയ്ക്ക് എതിരല്ല, ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ്. പക്ഷേ അന്യഭാഷ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് നമ്മൾ ചിന്തിക്കുകയും അതിൻ്റെ എല്ലാം പുറകെ പോവുകയും ചെയ്യരുത്. കാരണം നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനമാണ്. എന്നാൽ ആ ദൈവവചനം തന്നെ നമുക്ക് ദൈവികമായി മനസ്സിലാക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒറ്റയടിക്ക് ഈ കാര്യങ്ങളെ എല്ലാം കാണുന്നതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. കാണുന്നതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള ആത്മപ്രവൃത്തി അത് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് അതാണ് ഞാനിപ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നതായ, ഒരു ദിവസം കൊണ്ടല്ല, ഒരു ദിവസം കൊണ്ട് കഴിയുമെന്നറിയില്ല, എന്നാലും ചില സമയങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്
എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മളെ വഴി നടത്തുവാനാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നതായ സമയത്ത് യേശു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ നടത്തുകയായിരുന്നു. പക്ഷേ യേശുവിന് സ്ഥലകാല പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. യേശുവിന് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങൾ ഒരുപക്ഷെ, അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ നയിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായേക്കാം. എന്നാൽ കർത്താവ് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം എന്നാ പറയുന്നത്. പ്രയോജനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരും. ആ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, അവൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവമാണ്. ഹി ഈസ് ഗാഡ്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഞാൻ ഇടയ്ക്ക് ഇതിന്റെ ആ ഡിഫറൻസും ഇടയ്ക്കൊക്കെ പറയാം. എങ്കിലും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ചിലർ ചിന്തിക്കുന്നത്, യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി, പരിശുദ്ധാത്മാവ് വന്നു, അതിനുശേഷമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എന്നൊരു ചിന്ത ചിലർക്കുണ്ട്. ചിലരൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്, പഴയ നിയമത്തിൽ പിതാവായ ദൈവം പ്രവർത്തിച്ചു, പുതിയ നിയമത്തിൽ യേശു പ്രവർത്തിച്ചു, പിന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ വാസ്തവം എന്താണ് എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ പഠനം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള ഒത്തിരി സ്റ്റഡീസും മറ്റും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ പഠനങ്ങൾ സാധാരണ നടക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പഠനത്തിൽ തന്നെ കാര്യങ്ങൾ ഒതുക്കി നിർത്താനുള്ള ഒരു പരിശ്രമമല്ല ഞാൻ ഇവിടെ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഹി ഈസ് എ പേഴ്സൺ. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പവർ, ഒരു പവർ എന്ന നിലയിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരു ശക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെ കാണുന്ന ആളുകളുണ്ട്, അങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളൊക്കെ പ്രസംഗിക്കുമ്പോഴത്തേക്ക് പറയും പവർ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു ചിന്തയാണ് അവർ ഉദ്ദേശിക്കുന്നത്, പവർ എന്ന നിലയിൽ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ശരിയായ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. തന്നെയല്ല, പരിശുദ്ധാത്മാവ് വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന ഒരാളല്ല. കാര്യം, വചനം ദൈവത്തിൻ്റെയാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് വചനത്തിന് വിപരീതമായി സംസാരിക്കുകയില്ല. അങ്ങനെ പറയുന്ന ആളുകൾ പലരും ഉണ്ട്. ബാംഗ്ലൂരിലെ ഉണർവെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുനാൾ, ഇപ്പൊ അതൊക്കെ നിന്നു, കുറച്ചുനാൾ കിടന്ന് ചാടിയ ഒത്തിരി ഈ പ്രോഫറ്റ്സും മറ്റുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞത് വേദപുസ്തകത്തിൽ 66 പുസ്തകമല്ല ഉള്ളൂ, അത് അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം തീർന്നില്ലേ, ഇപ്പൊ പിന്നെന്തുവാ, ഇപ്പൊ ഞങ്ങളിലൂടെയാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വചനത്തിന് തുല്യമാണെന്ന് പറഞ്ഞ വ്യക്തികൾ വരെയുണ്ട്. അങ്ങനെ ഇല്ല പ്രിയമുള്ളവരെ. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവവചനം കംപ്ലീറ്റ് ആണ്, അത് പൂർണ്ണതയുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാം, അത് സത്യമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം
പറഞ്ഞതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് ഒന്നും പറയുകയില്ല. കാര്യം പരിശുദ്ധാത്മാവും ദൈവമാണ്. ഞാൻ പറഞ്ഞതിന് വിപരീതമായി എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുപോലെ ദൈവത്തിന്റെ വചനത്തിനപ്പുറത്ത് നമുക്ക് ഒരു കാരണവശാലും ആരെങ്കിലുമൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിന്ന് ആവശ്യമുള്ളത് അതാണെന്നൊക്കെ പറയുന്നവരായ ആളുകൾ ഉണ്ട്. ചില വാക്യങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾ കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് തെറ്റായ അർത്ഥത്തിൽ കോട്ട് ചെയ്യുന്നതും ഒത്തിരി ഉണ്ട്. വചനത്തിലല്ല ശക്തിയിൽ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് വേദപുസ്തകത്തിലൊരു വാക്യമാണ്, വചനത്തിലല്ല ശക്തിയിൽ എന്ന് പറയുന്നത്. അവിടെ വചനത്തിലല്ല എന്ന് പറയുന്നത് വാക്കുകളിലല്ല എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ബൈബിൾ എന്ന് പറയുന്ന ദൈവവചനത്തിലല്ല എന്നല്ല. വാക്കുകളിലല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി, വാക്കുകളിലല്ല എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവവചനത്തിൽ ഒരു വാക്യവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ വചനത്തിന്റെ പ്രാധാന്യം അതറിയുന്നവരോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എല്ലാത്തിനെയും വിശകലനം ചെയ്യുവാൻ. കാരണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവസഭയ്ക്ക് രണ്ട് അടിസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് ദൈവത്തിന്റെ വചനം, അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ആ വചനമാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മളൊക്കെ നിർദ്ദേശം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്നാൽ ആ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി ഒരുപക്ഷെ നമുക്ക് ഇല്ലായിരിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ അതിനുള്ള ശക്തി പകർന്നു തരേണ്ടതിനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. സോ അവർ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഈസ് ദ ഹോളി സ്ക്രിപ്ചർ, അതിന് യാതൊരു സംശയമില്ല. ആൻഡ് ദ സെക്കൻഡ് ഫൗണ്ടേഷൻ ഈസ് ദ ഹോളി സ്പിരിറ്റ്. The first foundation, Holy Scripture, that tells you how to live a holy life. എന്തിനാണ് വചനം നൽകിയിരിക്കുന്നത്? നമ്മളെ കുറിച്ചെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനാണ്. അങ്ങനെ വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുത്തു കഴിയുമ്പോൾ ആ അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു എങ്ങനെ ഒരു ജീവിതമാണ്, വിശുദ്ധ ജീവിതം എന്താണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. അങ്ങനെ നമ്മൾ ജീവിക്കണം. പക്ഷേ മാനുഷികമായി നോക്കിയാൽ അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കത്തക്ക നിലയിലുള്ള ഒരു ശക്തി നമുക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാനുള്ള ശക്തി നമുക്കുണ്ടോ? അടിസ്ഥാനപരമായി മാനുഷികമായി അതിനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ചില ആളുകൾ പറയും, നമ്മളെ കൊണ്ടൊന്നും ഇങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ല, പിന്നെ കഴിവുള്ളിടത്തോളമൊക്കെ ജീവിക്കുക എന്ന് പറയുന്നതായ ആളുകളുണ്ട്. ചില ടീച്ചേഴ്സ് പോലും, എനിക്കറിയാവുന്ന നന്നായിട്ട് ബൈബിൾ അറിയാവുന്ന ടീച്ചേഴ്സ് പോലും ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞ ഒരു കാര്യം, കർത്താവ് എന്തിനാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? അത് നമുക്ക് ഒരു കാരണവശാലും പാലിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിന്നെ കൊണ്ട് പാലിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താനല്ലാതെ അത് ചെയ്യാനൊന്നുമല്ല, നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയത്തുമില്ല, അത് ചെയ്യേണ്ട കാര്യവുമില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി. അതുകൊണ്ട് അതനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയിൽ അദ്ദേഹം പറയുകയുണ്ടായി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി.
അനുസരിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കർത്താവ് ഈ കൽപ്പന തന്നത് എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. തീർച്ചയായും അതനുസരിക്കാൻ വേണ്ടിയാണ് കർത്താവ് വേദപുസ്തകത്തിലെ എല്ലാ ഭാഗവും, യേശുവിൻ്റെ മുഴുവൻ വചനങ്ങളും നമ്മൾ അനുസരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നിന്നെ കൊണ്ട് അനുസരിക്കാൻ കഴിയത്തില്ല, അതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, അത് സാരമില്ല, ഞാൻ അനുസരിച്ചിട്ടുണ്ട്, അത് മതി, അത് നിന്റെ അനുസരണമായിട്ട് ഞാൻ അങ്ങ് കണക്കാക്കിക്കോളാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ല പ്രിയമുള്ളവരെ, നമ്മൾ അനുസരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് തന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. മാനുഷിക ശക്തി കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കാനുള്ള ശക്തി മാനുഷികമായി നമുക്ക് ഇല്ല. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാനുഷികമായി അനുസരിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. പക്ഷേ അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് മാനുഷികമായി നമുക്ക് ചെയ്തു തീർക്കാൻ ശക്തിയില്ലാത്ത ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമ്മളെ ശക്തീകരിക്കേണ്ടതിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്. അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് നമ്മളോട് വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവ് പറയാണ്, എനിക്കറിയാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, കമാൻഡ്മെൻറ്റ്സ് അനുസരിക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് അനുസരിക്കാൻ വേണ്ടി അല്ല ഇത് തന്നിരിക്കുന്നതെന്ന് പറയുന്നതിന് അതെന്താ അർത്ഥം? ഞാനിത് പറയാൻ കാര്യം, ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തും ഇങ്ങനെ പലരും വന്ന് പറഞ്ഞെന്നിരിക്കും, നിങ്ങൾക്കൊന്നും അനുസരിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറുമുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്. സ്നേഹമാണ് അതിൻ്റെ പിന്നിലെ ഘടകം. സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്നേഹം, അല്ലാതെ നിർബന്ധം കൊണ്ടല്ല, പേടി കൊണ്ടുമല്ല. നമ്മളൊക്കെ കൽപ്പനകൾ അനുസരിക്കുന്നത് ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കും. അതല്ലെങ്കിൽ മാക്സിമം നമ്മൾ എന്തെങ്കിലും പ്രതിഫലം ഇച്ഛിക്കുന്നത് കൊണ്ടായിരിക്കും. സ്വാഭാവികമായി നമ്മൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലും അനുസരിക്കുന്നു. ഇപ്പം ഞാൻ രണ്ടു തരത്തിൽ, ഇപ്പോൾ ഒരു വ്യക്തി വൺ വേ തെറ്റിച്ച് വണ്ടി ഓടിക്കുന്നില്ല. ഒന്നുകിൽ ചില ആളുകൾ, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളും ഞാൻ ഇതൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്നതായ ആളുകളുണ്ടാവും. പക്ഷേ മിക്കവരും വൺ വേ തെറ്റിക്കാത്ത എന്താ, തെറ്റിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഒരു ഭീതിയുണ്ട്. ഭീതി കൊണ്ട് അനുസരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പ്രതിഫലം ഇച്ഛിച്ച് അനുസരിക്കുന്നവരുണ്ട്. നമ്മൾ അനുസരിച്ചാൽ, ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് ലോഗിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിൻ്റെ കാര്യം, 8 മണിക്ക് ലോഗിൻ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ പ്രൊഫഷനെ ബാധിക്കും, നമ്മുടെ ശമ്പളത്തെയും ബാധിക്കും. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ കമ്പനിയുടെ നിയമങ്ങൾ അനുസരിക്കുന്നതിന് ഒരു കാരണം പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഭീതി കൊണ്ടുമാണ്. അല്ലാതെ കമ്പനിയോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ മിക്കവരും അങ്ങനെയല്ല. അതും ഒരു ബാധ്യത പോലെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ന് വെച്ചാണ്. എന്നാൽ കർത്താവ് പറയാണ്,
യഹൂദന്മാര് കൽപ്പനകൾ അനുസരിക്കുന്നത്, കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അവരുടെ നിത്യത നഷ്ടപ്പെടും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം. നമ്മളും അങ്ങനെയൊക്കെ തന്നെ പലപ്പോഴും. പക്ഷേ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ അത് പേടിച്ചിട്ടല്ല എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായും കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും കൽപ്പന നമ്മൾ അനുസരിക്കുന്നതിൻ്റെ കാരണം ആ ഭീതിയാണ്. അതല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ സ്നേഹം കൊണ്ട് നമ്മൾ ദൈവത്തെ, കർത്താവിനെ അനുസരിക്കുന്നുവെങ്കിൽ, കർത്താവ് പറയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. സ്നേഹിക്കുന്നുവെങ്കിൽ. ഒരു വീട്ടില് രാവിലെ അപ്പൻ ഓഫീസിൽ പോകേണ്ട സമയമായപ്പം കൊച്ചിനെ വിളിച്ച് പറഞ്ഞു, മോളെ എൻ്റെ ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചേ, എനിക്കിപ്പോൾ ഓഫീസിൽ പോകണ്ട. അവൾ മൊബൈലെ കുത്തിക്കൊണ്ടിരിക്കുക. നാട്ടിലെ വെച്ചോണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അവൾ ഷൂ ഒന്നും പോളിഷ് ചെയ്തില്ല. ഉടനെ പറഞ്ഞു, എടി മോളെ, നീ ഷൂ ഒന്ന് പോളിഷ് ചെയ്യടി, ഞാൻ നിൻ്റെ ഫോണിൽ റീചാർജ് ചെയ്ത് തരാം, 50 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാം. എന്നിട്ടും ഇവൾ എണീറ്റ് പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടി 100 രൂപയുടെ റീചാർജ് ചെയ്ത് തന്നത്, നീ ഷൂ ഒന്ന് പോളിഷ് ചെയ്ത്, എനിക്ക് ഇച്ചിരി പണിയുണ്ട്, ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ചെയ്ത് തീർത്തേച്ച് പോകേണ്ട പണിയാ. അവൾ പോയില്ല. ഒടുവിൽ പിന്നെ പറഞ്ഞു, കൊച്ചേ, ഞാൻ അടിച്ച് പൊട്ടിച്ച് കളയും കേട്ടോ, പോയി ഷൂ പോളിഷ് ചെയ്യടി. അപ്പം അനുസരിക്കാനായിട്ട് 1 പ്രലോഭനങ്ങളുണ്ട്, 2 ഭീഷണിയുണ്ട്. പലപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ് നമ്മളെ സ്വാഭാവികമായ ആളുകൾ അനുസരിക്കുന്നതിൻ്റെ കാരണം. പ്രലോഭനങ്ങളോ ഭീഷണികളോ ഒക്കെയാണ്. എന്നാൽ മറ്റൊരു വീട്ടിൽ അപ്പൻ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, പപ്പായുടെ ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചേ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, പപ്പാ, ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ പപ്പായുടെ ഷൂ പോളിഷ് ചെയ്ത് വെച്ചായിരുന്നു. എനിക്കറിയാമല്ലോ രാവിലെ പപ്പായ്ക്ക് ഓഫീസിൽ പോകേണ്ടതാണെന്ന്, അതുകൊണ്ട് ഞാൻ ഷൂ പോളിഷ് ചെയ്ത് വെച്ചായിരുന്നു. അവളോട് ഷൂ പോളിഷ് ചെയ്ത് വെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്തില്ല. പക്ഷേ അവളത് ചെയ്തു. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ലവ്സ് ഹെർ ഡാഡി. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്നേഹം കൊണ്ട് വേണം ഒരു യഥാർത്ഥ ദൈവ പൈതൽ കൽപ്പനകൾ അനുസരിക്കുവാൻ. സ്നേഹം കൊണ്ട് വേണം. ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വായിച്ച ഒരു കവിത ഒരാൾ എഴുതിയതാണ്. ഒരു ഫേമസ് റൈറ്ററാണ്. അദ്ദേഹം എഴുതി, ഒരു സൂഫി പോയമാണ്. അദ്ദേഹം എഴുതി, ദൈവമേ, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് ഓടി വരുന്നത്? നരകത്തെ പേടിച്ചാണെങ്കിൽ എന്നെ ആ നരകത്തിൽ തള്ളിയിട്ടോളൂ. സ്വർഗം മോഹിച്ചിട്ടാണെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ എനിക്ക് നേരെ അടച്ചോളൂ. എന്നാൽ നിന്നെ മാത്രം മോഹിച്ചാണ് ഞാൻ നിന്റെ പിന്നാലെ വരുന്നതെങ്കിൽ നീ എന്നെ നിന്റെ മാറോട് ചേർത്തണയ്ക്കണമേ. ആ കവിതയിൽ പറയുന്ന കാര്യം ഒന്നാണ്, ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് വരുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്? നിന്നെ മാത്രം മോഹിച്ചാണെങ്കിൽ. സ്വർഗം മോഹിച്ചുമല്ല, നരകത്തെ പേടിച്ചുമല്ല, പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല, നിന്നെ മാത്രം മോഹിച്ചു. അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന, ദൈവത്തെ മാത്രം നോക്കി ഓടിച്ചെല്ലുന്ന ഒരവസ്ഥ. സ്നേഹം. അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. തീർച്ചയായും കൽപ്പനകൾ കാക്കുവാൻ നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് അവർ ലവ് ടുവേർഡ്സ് ഗാഡ്. അത് കർത്താവിനറിയാം. ശിഷ്യൻ അനുഗമിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. യഹൂദൻ
പരീശൻ അനുഗമിക്കുകയല്ല, അവൻ ഒരു നീതി മാർഗം അവൻ ഫോളോ ചെയ്യുന്നെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല, അവന് പേടിയാണ്, അല്ലെങ്കിൽ നരകത്തിൽ പോയാലോ എന്നുള്ള പേടി ഒരു പരീശനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഓഫ് കോഴ്സ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു, നമ്മൾ സ്വർഗത്തിൽ പോകും, ഇതെല്ലാം സത്യമാണ്. പക്ഷേ സ്വർഗത്തിൻ്റെ മോഹമല്ല, സ്നേഹം മാത്രം. അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കും. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോയ ഒരു പയ്യൻ, അവൻ്റെ 18ാമത്തെ ബർത്ത്ഡേ ചെന്നതേ ഉള്ളൂ. അവൻ്റെ കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചു, ഏയ് ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ റൈറ്റ്? അവൻ പറഞ്ഞു, യെസ്, വി വിൽ സെലിബ്രേറ്റ്. പറഞ്ഞു, നോ പ്രോബ്ലം, ഡു യു ഹാവ് മണി? ഉടനെ അവൻ പറഞ്ഞു, ഡാഡി എനിക്ക് കുറച്ച് പൈസ അയച്ചായിരുന്നു, നിന്റെ ബർത്ത്ഡേ അല്ലേ, നീ യു ക്യാൻ എൻജോയ്, അതുകൊണ്ട് എൻ്റെ പൈസ ഉണ്ട്. ദെൻ വി വിൽ ഗോ ടു ദ പബ്, എന്നാൽ നമുക്ക് പബ്ബിൽ പോയി നമുക്ക് അടിച്ചു പൊളിക്കാം, കുടിക്കാം. ഉടനെ പറഞ്ഞു, നോ നോ വേ. ഉടനെ കൂട്ടുകാർ ചോദിച്ചു, വൈ? യു ഫിയർ യുവർ ഫാദർ വിൽ ഹർട്ട് യു? നിന്റെ അപ്പൻ നിന്നെ തല്ലുമെന്ന് അല്ലെങ്കിൽ വേദനിപ്പിക്കുമെന്ന് നീ ചിന്തിക്കുന്നു, അതാണോ? നോ. ദെൻ വാട്ട് ഈസ് എ പ്രോബ്ലം? പിന്നെന്താ പ്രശ്നം? അവൻ പറഞ്ഞ വാചകം, ഐ ഫിയർ ഇഫ് ഐ ഡു ദിസ് ഐ വിൽ ഹർട്ട് മൈ ഫാദർ. ഇത് ചെയ്താൽ ഞാൻ എൻ്റെ പിതാവിനെ വേദനിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാനതൊരിക്കലും ചെയ്യില്ല. ബിക്കോസ് ഐ ലവ് ഹിം. ഞാൻ അവനെ സ്നേഹിക്കുന്നു, എൻ്റെ പിതാവിനെ ഞാൻ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. അതിനോട് ചേർന്ന് കർത്താവ് പറയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ. അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹി വിൽ സെൻഡ് യു അനദർ കൗൺസിലർ ടു ബി വിത്ത് യു ഫോർ എവർ. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇവിടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ആൻഡ്, അപ്പം മോളിൽ പറഞ്ഞ വാചകവുമായി റിലേറ്റഡ് ആണ് അടുത്ത വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന വാക്യത്തോട് ചേർന്ന് പറയുകയാണ്, ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രോമിസ് ഇവിടെ നമ്മൾ കാണുകയാണ്. അവിടെ പറയുന്നത് എന്താണ്? ഐ വിൽ ആസ്ക് മൈ ഫാദർ സോ ദാറ്റ് ഹി മേ ഗിവ് യു അനദർ കൗൺസിലർ. മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. അവിടെ കാര്യസ്ഥൻ എന്ന വാക്ക് സ്ട്രെങ്തനർ എന്ന വാക്കിന് തുല്യമായ ഒരു വാക്കാണ്. സ്ട്രെങ്തനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരുന്നത്. ശക്തീകരിക്കുന്നവൻ. എന്തിന് ശക്തീകരിക്കുന്നവൻ? അതാ മുകളിലത്തെ വാക്യത്തിൻ്റെ പ്രത്യേകത. അവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പക്ഷേ ആ കൽപ്പനകളെ അനുസരിക്കത്തക്ക രീതിയിലുള്ള ശക്തി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇല്ലായിരിക്കാം. എന്നാൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ആ സ്നേഹമുണ്ടെങ്കിൽ, എൻ്റെ കൽപ്പനകളെ നിങ്ങൾക്ക് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ, തീർച്ചയായും അതിന് നിങ്ങളെ ശക്തീകരിക്കും. നിങ്ങൾക്ക് ശക്തി ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂമൻ ശക്തിയിൽ, മാനുഷിക ശക്തിയിൽ നമുക്ക് കർത്താവിനെ അനുസരിക്കുന്നതിനൊരു പരിധിയുണ്ട്. നമുക്കതിനുള്ള ശക്തി ശരിക്കും ഇല്ല. അതുകൊണ്ട് നമുക്ക് ശക്തീകരിക്കുന്ന ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. എന്തിനുള്ള ശക്തി? തുള്ളിക്കാനുള്ള ശക്തിയൊന്നുമല്ല. ചിലരുടെ എന്താ ശക്തി 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 എന്ന് പറഞ്ഞ് തുള്ളുന്നതാണെന്ന്. തുള്ളുന്നവർ തുള്ളട്ടെ, പക്ഷേ അതാണ് ദൈവം നൽകുന്ന ശക്തി എന്നാരും പറയാതിരുന്നാൽ മതി. കാര്യം ആ ശക്തി അല്ല പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്.
തുള്ളുന്ന ആൾക്ക് വേണമെങ്കിലും തുള്ളാം. പക്ഷേ അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ശക്തി എന്തിനു വേണ്ടിയുള്ളതാണ്? അത് കൽപ്പനകളുടെ അനുസരണത്തിന് വേണ്ടിയുള്ള ശക്തിയാണ്. ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ. കൽപ്പനകൾ നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട് ദൈവവചനത്തിൽ. അത് ഇറ്റ് ഈസ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്. ദൈവവചനം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ന്യായങ്ങൾ അല്ലെങ്കിൽ കമാൻഡ്മെന്റ്സ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അത് നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതനുസരിക്കാനുള്ള ശക്തി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളെ കൊണ്ട് തനിയെ അത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൽപ്പനകളെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ വിൽ ഗിവ് യു അനദർ കൗൺസിലർ. ഒരു ശക്തീകരിക്കുന്നവനെ, കംഫർട്ട്. ഫോർട്ട് എന്ന വാക്ക് ശരിക്കും നമുക്കറിയാം കോട്ട എന്ന് പറയുന്നത് ശക്തിയാണ്. അവൻ നമ്മളെ ശക്തീകരിക്കും. നമുക്ക് കഴിയാത്തത് അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന പരിശുദ്ധാത്മാവ്. അതിനാണ് അടിസ്ഥാനപരമായി വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സാക്ഷിക്കുവാനുള്ള ശക്തി പോലും ശക്തിയാണ് അതിനെല്ലാം. When the Holy Spirit will come upon you, you shall receive power, and you shall be my witnesses in Jerusalem, all Judea, Samaria, and to the ends of the earth. അവിടെയും നമുക്ക് സാക്ഷിക്കുവാനുള്ള ശക്തി അടിസ്ഥാനപരമായി ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയുന്നതായ കാര്യം വളരെ കൃത്യമായിട്ട് പറയാണ്. ഐ വിൽ സെൻഡ് യു അനദർ കൗൺസിലർ. ശക്തീകരിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, ഹോളി സ്പിരിറ്റ് നമുക്ക്, അപ്പോൾ ഇങ്ങനെ ഹോളി സ്പിരിറ്റിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇത് അവിടെ എഴുതിയിരിക്കുന്നത് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനെന്നാണ്. ഈ മോസ്റ്റ്ലി കാരിസ്മാറ്റിക്, പ്രോഫറ്റിക് അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവരുടെ ചർച്ചിൽ ചെന്നാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്, ശക്തി കിട്ടാൻ ഇങ്ങോട്ട് വരാനാണ്. പക്ഷെ അങ്ങോട്ട് ചെല്ലുന്നത് മാത്രമല്ലല്ലോ കാര്യം. നമ്മുടെ കൂടെ ഇരുന്നെങ്കിലല്ല നമുക്ക് കൽപ്പന അനുസരിക്കാനുള്ള ശക്തി ലഭിക്കത്തുള്ളൂ. ശക്തി ലഭിക്കണമെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കണം. അതിനാ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവും ഒന്നിച്ചുള്ള സഹവാസം എന്ന് പറയുന്നത് ഒരു മൊമെന്റ് ബൈ മൊമെന്റ് എക്സ്പീരിയൻസ് ആണ്. ഓരോ നിമിഷങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടായിരിക്കണം. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. അല്ലാതെ നമുക്ക് മസിൽ പവർ തരുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല. ഈസ് എ പേഴ്സൺ. അവൻ കൂടെ ഇരിക്കുകയാണ് നമ്മളുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കാനായി, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ ഇരിക്കാനായിട്ട്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുന്നതായ അവസ്ഥ. ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അടിസ്ഥാനപരമായി വ്യക്തിയായിട്ട് എനിക്ക് ആളെ വേണം. വ്യക്തിയായിട്ട് ഞാൻ മധ്യപ്രദേശിലെ 32 വർഷം മുമ്പ് മധ്യപ്രദേശിൽ ദമോഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അന്ന് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ വളരെ പഴയ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. ഇന്നിപ്പോൾ അവിടെ ലിഫ്റ്റും ഒക്കെ ഉണ്ട്. അന്ന് ലിഫ്റ്റ് പോയിട്ട് ഓവർ ബ്രിഡ്ജ് പോലും ഇല്ല. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ കയറണം.
പക്ഷേ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ അതൊക്കെ നിയമപരമായി തെറ്റാണെന്ന് പറയും, പക്ഷെ അന്ന് അതേ ഉള്ളു മാർഗം. ഈ പാളം ക്രോസ് ചെയ്ത് പോകാനേ ഉള്ളൂ, വേറെ വഴിയില്ല, ഓവർ ബ്രിഡ്ജില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ലഗേജും ഒക്കെ കൊണ്ട് പുറത്ത് ഒരു വലിയ ബാഗൊക്കെ തൂക്കി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ട്രെയിൻ വരുന്നത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം. അത് 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ, ഇപ്പോൾ 6 8 ഒക്കെ ഉണ്ട്. ആ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകണമെങ്കിൽ ആദ്യം ഒന്ന് ഇറങ്ങണം, അത് കഴിഞ്ഞ് കയറണം. ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോം ഞാൻ ഈ ബാഗും ഒക്കെ തൂക്കിയിട്ട് എങ്ങനെ പോകും? അതിന് നല്ല ഹൈറ്റാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ റെയിൽവേക്ക് ഈ പ്ലാറ്റ്ഫോം ഇച്ചിരി താഴോട്ടൊന്ന് കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ചങ്ങ് വെച്ചാൽ തന്നെ, എനിക്കാണെങ്കിൽ 5 അടി 5 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ. ഒരു രീതിയിൽ ഞാൻ ഇറങ്ങി, ചാടിയെന്നൊക്കെ പറയുന്നതിന് തുല്യമാണ്. ഇറങ്ങി കഴിഞ്ഞിട്ട് ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് കയറാൻ കാര്യം ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റെയിൽവേക്ക് ഈ പ്ലാറ്റ്ഫോം ഇച്ചിരി താഴ്ത്തി അങ്ങ് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തെ എനിക്ക് എങ്ങനെ കയറാൻ പറ്റും, ഇത് ഭയങ്കര ഹൈറ്റ് ആണല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതായ സാഹചര്യത്തിൽ പെട്ടെന്ന് ഐ സോ എ മാൻ വെരി സ്ട്രോങ് ആൻഡ് സ്റ്റൗട്ട് ആൻഡ് ലോങ്. ഹി വാസ് ആസ്കിങ്, യു വാണ്ട് ടു ക്ലൈംബ്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കയറണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കയറാൻ പറ്റുന്നില്ല, എനിക്ക് ഹൈറ്റില്ല. ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. അയാളുടെ സ്ട്രോങ് ഹാൻഡ് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, എന്നെ പിടിച്ചു. ഞാൻ അങ്ങോട്ട് കയറി പിടിച്ചു. എന്നെ വലിച്ചു പൊക്കി ഇയാളെടുത്ത് പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് തന്നെയല്ലേ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായ കാര്യം. ദിസ് ഇസ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഡൂയിങ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇറ്റ് ഈസ് ഹൈ, നോ ഡൗട്ട്. ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ എനിക്ക് ശക്തിയില്ലാതിരിക്കുന്നതായ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കൈ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഞാൻ കയറുക എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് ഞാൻ എന്താ ചെയ്തത്? ഞാൻ ആകെ ചെയ്തത് എൻ്റെ കൈ ആ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. ഇതുപോലെ കൽപ്പനകൾ അനുസരിക്കാൻ എനിക്ക് ശക്തിയില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എന്നെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് ഒരു ശക്തീകരിക്കുന്ന വ്യക്തിയായി വന്ന് എന്നെ വലിച്ചു കയറ്റും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇതിനാണ് കാര്യസ്ഥൻ എന്ന് പറയുന്ന, കംഫർട്ടർ എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ശക്തീകരിക്കുന്നവൻ, സ്ട്രെങ്തനർ. അതാണ് ഹോളി സ്പിരിറ്റിൻ്റെ ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം പ്ലാറ്റ്ഫോമിൽ കയറാൻ നേരം അങ്ങേരവിടെ ഉണ്ടായിരുന്നു, അടുത്ത ദിവസം പ്ലാറ്റ്ഫോമിൽ കയറണമെങ്കിലോ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുക, ഇപ്പം പ്ലാറ്റ്ഫോമിൽ കയറുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, എന്നേക്കും അവിടെ എഴുതിയിരിക്കുന്നത് കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യോഗങ്ങൾക്ക് ചെല്ലുമ്പോൾ ലഭിക്കുന്ന ശക്തി പകരുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹീസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈസ് നോട്ട് ജസ്റ്റ് എ പവർ, ഈസ് എ പേഴ്സൺ വിത്ത് പവർ.
ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പവർ, ഹി ഈസ് എ പേഴ്സൺ വിത്ത് പവർ. ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ രീതിയിലും കൽപ്പനകളെ അനുസരിക്കുവാൻ നമുക്ക് ശക്തി പകരുന്ന പരിശുദ്ധാത്മാവ്, അതിന് ആണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടായാൽ പോലും അതിൽ നിന്ന് പോലും നമ്മളെ വിടുവിച്ചു കൊണ്ടുവരുന്ന ഒരു പരിശുദ്ധാത്മാവ്. പക്ഷെ എപ്പോഴും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കണം. 17-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 14:17, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. 2 കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. കൂടെ വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. കൂടെ വസിക്കുന്നത് കൊണ്ട് കൽപ്പനകൾ അനുസരിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകും. നമ്മുടെ പ്രവൃത്തികളെ അവൻ നിയന്ത്രിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അവൻ പ്രവൃത്തികളെ നിയന്ത്രിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തകളെപ്പോലും പവിത്രീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. കാരണം he shall be in you, shall be with you, that he may be with you. And പിന്നീട് പറയുന്നത്, for he abideth with you and shall be in you. നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. വസിക്കുക, വന്നു പോകുന്ന ഒരു വ്യക്തിയല്ല പരിശുദ്ധാത്മാവ്. എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ മാത്രമല്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയേണ്ടത്. മീറ്റിങ്ങിലും പരിശുദ്ധാത്മാവുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പലപ്പോഴും ഇപ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ മാത്രമേ പലരും പരിശുദ്ധാത്മാവിനെ അറിയുന്നുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടെ കൊണ്ടു നടന്നില്ലെങ്കിൽ, കാര്യം പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ സഭായോഗത്തിന് പോകുമ്പോഴോ മീറ്റിങ്ങിലിരിക്കുമ്പോഴോ അല്ല. നമ്മുടെ നോർമൽ ലൈഫിലാണ് പലപ്പോഴും പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ ആ ഒരു നിലയിൽ പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ടു നടന്നാലേ നമുക്ക് എല്ലായിടത്തും ഈ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. You need to be with the Holy Spirit all the time. He abideth in you എന്നാണ്. Abide എന്ന വാക്ക് വിസിറ്റർ അല്ല. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരു സന്ദർശകനായിട്ടാണ് കാണുന്നത്. നമ്മളെ സന്ദർശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പോയി സന്ദർശിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശക്തി എന്നുള്ളതാണ് നമ്മുടെ എംഫസിസ് പലപ്പോഴും. നോ, he got power, but he is a person. അവന് ശക്തിയുണ്ട്, പക്ഷേ അവൻ ശക്തിയുള്ള വ്യക്തിയാണ്. അടിസ്ഥാനപരമായി എന്ത് ശക്തിയാണ് നമുക്ക് തരുന്നത്? നമ്മളെ കുലുക്കാനും താഴെയിടാനും ഒന്നുമല്ല. ഈ വലിയ ക്രൂസൈഡ്സ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ കണ്ടു കാണുമായിരിക്കും. എന്താ, അവരങ്ങ് ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തോട്ട് പ്രസംഗിക്കുന്നതും ചെല്ലുന്നതും കാണാം, എടുത്തടിച്ച് മുന്നേ നിൽക്കുന്നവൻ താഴെ വീഴുന്നു. എന്നിട്ട് പറയും, ഹോളി സ്പിരിറ്റ് പവർ.
ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വീഴ്ത്താനുള്ള ശക്തിയല്ല പരിശുദ്ധാത്മാവിൻ്റെ, നേരെ നിർത്താനുള്ള ശക്തിയാണ്. അത് തന്നെയല്ല, ഈ പുറകോട്ട് മലന്നടിച്ച് വീഴുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം, നമ്മൾ വീഴുന്നത് പുതിയ നിയമത്തിലാണെങ്കിലും ഈവൻ പഴയ നിയമത്തിലാണെങ്കിലും നമ്മൾ കാണുന്നത്, ഒരു ആത്മികൻ വീഴുന്നത് എപ്പോഴും കവിണ്ണു വീഴുകയാണ്. അത് വർഷിപ്പിൻ്റെ ഭാഗമാണ്, കവിണ്ണു വീഴുകയാണ്. അല്ലാതെ ആരെങ്കിലും വന്ന് തള്ളി, പുറകോട്ട് തള്ളി തലയടിച്ച് ടപ്പോന്ന് പറഞ്ഞ് വീഴുന്നതെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. യോഹന്നാൻ അപ്പോസ്തോലൻ കർത്താവിനെ കണ്ടപ്പോൾ അവൻ വീണ് നമസ്കരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വീഴിക്കാനുള്ള ശക്തിയല്ല, നിർത്തുവാനുള്ള ശക്തിയാണ്, കൽപ്പനകൾ അനുസരിക്കുവാൻ. അത് എപ്പോഴും അവൻ നമ്മളിൽ വസിക്കണം, നമ്മുടെ ഉള്ളിൽ. യേശുവിനെ തന്നെ പലരും കാണുന്നത് ഒരു വിസിറ്ററായിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും ഉണ്ട്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഈ മറ്റ് മതങ്ങളിലും ക്രിസ്തീയ മതങ്ങളിലും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നറിയാം, ദേ ആർ കമ്മിങ് ടു ദ ചർച്ച് ടു വിസിറ്റ് ജീസസ്. യേശുവിനെ കാണാൻ അവരിങ്ങോട്ട് വരികയാണ്. സൺഡേസോ ഫ്രൈഡേസോ എന്തോ ആയിക്കോട്ടെ. അത് മറ്റു മതങ്ങളിലൊക്കെ അവർ അമ്പലങ്ങളിൽ പോകുന്നു, ഹായ് ഗാഡ് എന്ന് പറഞ്ഞു വരുന്നു. എന്നിട്ട് ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന് അവർ ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ, ചിലപ്പോൾ പാട്ട് പാടുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥം വായിക്കുന്നതായിരിക്കും. അതൊക്കെ അവരവിടെ ഇരുന്ന് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ എഴുതിയ പ്രാർത്ഥനകൾ ചിലത് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുന്നു, കഴിഞ്ഞ ആഴ്ച നീ നല്ല ആളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാനേ ഇച്ചിരി പൈസ കൊണ്ടുവന്നിട്ടുണ്ട് നേർച്ചയായിട്ട് ഇടാനേ, അത് ഞാൻ നിനക്ക് തന്നേക്കാം, നിനക്ക് സന്തോഷമാണല്ലോ, ഞാൻ പാട്ട് പാടണേ പാടാം, നേർച്ച ഇട്ടേക്കാം, പിന്നെ അടുത്ത ആഴ്ച എനിക്ക് വല്ലതൊക്കെ തരണം. സൺഡേ ക്രിസ്ത്യാനികളും ഇന്ന് അതുപോലെ ഉണ്ട്. സൺഡേ ക്രിസ്ത്യൻസ് സൺഡേസിൽ വരും. പള്ളികളിൽ മാത്രമല്ല, നമ്മൾ പറയുന്ന വേർപെട്ട സമൂഹങ്ങളിൽ പോലും സൺഡേ ക്രിസ്ത്യൻസ് കൂടി വരിക. ഹായ് ഗോഡ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും, ഹായ് ജീസസ് എന്ന് പറഞ്ഞു വരും. 2 മണിക്കൂർ കഴിയുമ്പോൾ ബൈ ജീസസ്, സീ യു നെക്സ്റ്റ് സൺഡേ ഓർ നെക്സ്റ്റ് ഫ്രൈഡേ. ഹായ് ബൈ ബന്ധമേ ഉള്ളൂ, ഹായ് ഗോഡ് ബൈ ഗോഡ്. അപ്പോൾ ഈ വരുന്ന സമയത്ത് ചിലപ്പം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് അവർ ചില കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും. പാട്ടുപാടും, സ്വോത്രകാഴ്ചയിടും, സ്വോത്രകാഴ്ച ഉള്ളിടത്ത്, അല്ലെങ്കിൽ കാശ് കൊടുക്കും. എന്തുകൊണ്ട്, നിനക്ക് സന്തോഷമായോ, ബൈ ബൈ ജീസസ്, സീ യു നെക്സ്റ്റ് സൺഡേ. അങ്ങനൊരു ബന്ധമല്ല വേദപുസ്തകം വിഭാവന ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ പറയാമെന്ന് വെച്ചു, പക്ഷേ യേശു അങ്ങനെ, അത് വിഗ്രഹങ്ങളുടെ ഒക്കെ അടുത്താണെങ്കിൽ അങ്ങനെ മതി. കാര്യം വിഗ്രഹം അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹം, പള്ളിയിലിരിക്കുന്ന വിഗ്രഹം, വിഗ്രഹങ്ങളെ കാണുമെങ്കിൽ അങ്ങോട്ട് ചെല്ലണം. എന്നാൽ നമ്മുടെ ആരാധനകളുടെ ഒരാൾ വന്നിട്ട് ഇതുപോലെ പറയുകയാണെന്ന് വെച്ചു, ഹായ് ജീസസ് ബൈ ജീസസ് എന്ന് പറഞ്ഞാൽ കർത്താവ് ചോദിക്കും, നീ എവിടെ പോവാ? അല്ല, സീ യു ഓൺ നെക്സ്റ്റ് ഫ്രൈഡേ, അടുത്ത വെള്ളിയാഴ്ച കാണാം. ഞാൻ വരാമെന്നേ. എന്നാൽ കർത്താവ് പറയും, നോ, ഐ ആം ഓൾസോ കമ്മിങ് വിത്ത് യു, ഞാനും നിന്റെ കൂടെ വരിക. കാരണം പള്ളിയിൽ ഇരുത്താൻ പറ്റുന്ന ഒരാളല്ല നമ്മുടെ യേശു. ഹോളി സ്പിരിറ്റ് അതുപോലെ തന്നെ. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പള്ളി വരുമ്പം അല്ലെങ്കിൽ യോഗത്തിന് വരുമ്പം മീറ്റിങ്ങിന് വരുമ്പോൾ മാത്രം
അറിയുന്ന ഒരാളായിട്ടിരിക്കരുത് ഹോളി സ്പിരിറ്റ്. ഹായ് ബായ് ബന്ധമല്ല. അവിടെ നമ്മൾ വായിക്കുന്നത് ഹി വിൽ എബൈഡ് വിത്ത് യു, വസിക്കും എന്നാണ്, വിസിറ്റ് എന്നല്ല. എബൈഡ്, വിസിറ്റിംഗ് അല്ല, എബൈഡിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മുടെ കൂടെ ഇങ്ങ് പോരുക, നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് പോരുകയാണ്, ഓഫീസിലേക്ക് പോരുകയാണ്. കാര്യം ഓഫീസിൽ ചിലപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ഓഫീസിലെ കാര്യങ്ങളിൽ ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണമെങ്കിൽ തീർച്ചയായും ഹോളി സ്പിരിറ്റ് കൂടെ വരണം. ആ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ അറിയണം. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ, അതാണ് നമുക്ക് അറിയാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളവനെ അറിയുന്നു. അതുകൊണ്ട് പറയുന്നത് അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ആ രീതിയിലുള്ളൊരു റിലേഷൻ നമുക്ക് ഹോളി സ്പിരിറ്റുമായിട്ടുണ്ടോ? മൊമെന്റ് ബൈ മൊമെന്റ് എന്ന് പറയുന്ന അനുഭവം, നിമിഷാനുനിമിഷം, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും പരിശുദ്ധാത്മാവിൽ നിന്ന് മാറി നിൽക്കരുത്. എന്നാലേ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് കഴിയും. കാരണം പ്രലോഭനങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ആ പ്രലോഭനങ്ങളുടെയൊക്കെ നേരത്ത് കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോക്കുക, 23-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. കർത്താവ് പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒട്ടും താമസിയാതെ പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹോളി സ്ക്രിപ്ചർ ഈസ് ദ ഫൗണ്ടേഷൻ. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് വളരെ കൃത്യമായി വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിട്ടുള്ള കളിയൊന്നും വേണ്ട. ഏതെങ്കിലും പ്രോഫറ്റോ ഏതെങ്കിലും മെഗാ പ്രീച്ചറോ ഒക്കെ പറയുന്നത് കേട്ട് നമ്മൾ അവരുടെ പുറകെ പോകേണ്ട കാര്യമില്ല. നമുക്കൊരു ഫൗണ്ടേഷനുണ്ട്. ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ദ വേർഡ് ഓഫ് ഗാഡ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അങ്ങനെ വചനം പ്രമാണിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ വചനം പ്രമാണിക്കുന്നവനെ മാറി നിന്ന് സ്നേഹിക്കുമെന്നല്ല, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഓൾറെഡി വന്ന് വാസം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കർത്താവ് പറയാ, പിതാവും ഞാനും കൂടെ, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അവൻ നമ്മളിൽ വസിക്കാൻ വരുന്നത് ആരൊക്കെയാണ്? 1, പരിശുദ്ധാത്മാവ്; 2, പിതാവ്; 3, പുത്രൻ. ദൈവിക തൃത്വം നമ്മളിൽ വാസം ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. ദൈവിക തൃത്വം വന്ന് നമ്മളിൽ വാസം ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കരുത്. അത് നമ്മൾ ഓർക്കണം. എപ്പോഴും ദൈവിക തൃത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലുണ്ട്. അവരുടെ സംസാരം നമ്മൾ കേൾക്കണം, അവരുടെ വചനം കേൾക്കണം. അതാണ് നമ്മൾ അറിയുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അടിസ്ഥാനപരമായി യേശു നമുക്ക്
ഉപദേശങ്ങളെല്ലാം നൽകി. അവൻ്റെ വചനത്തിലൂടെ അവൻ ഉപദേശങ്ങളെല്ലാം നൽകി. എന്നാൽ പരിശുദ്ധാത്മാവിനെ അയച്ചതിൻ്റെ ഒന്നാമത് പറഞ്ഞു, കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തി തന്നവനാണ് പരിശുദ്ധാത്മാവ്. 26-ാമത്തെ വാക്യത്തിൽ, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നോക്ക്, കർത്താവ് പറയാണ്, ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ആദ്യം നമുക്ക് ശക്തി പകരുകയാണ്. എന്തിന്? അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് ശക്തി പകരുകയാണ്. അതാണ് അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതിൻ്റെ ഉദ്ദേശം. എന്നാൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് കൂടെ വസിക്കുകയാണല്ലോ. നമ്മുടെ കൂടെ വസിക്കുകയാണ് പരിശുദ്ധാത്മാവ്. കൂടെ വസിക്കുമ്പോൾ അവൻ വന്ന സകലതവും നമുക്ക് ഉപദേശിച്ചു തരുമെന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ദൈവിക കൽപ്പനകൾ ഓൾറെഡി നമ്മുടെ പക്കൽ വചനമായി കയ്യിലുണ്ട്. ആ വചനത്തിന് വിരുദ്ധമായിട്ട് പരിശുദ്ധാത്മാവ് ഒന്നും പറയുകയില്ല. എന്നാൽ ആ വചനം അനുസരിച്ച് പ്രായോഗികമായി നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരും. പ്രായോഗിക ഉപദേശങ്ങൾ തരുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രാക്ടിക്കൽ ലിവിങ്ങിന് ഈ ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ ലിവിങ്, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത്. അതായത് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഇടയിലുണ്ട്, കയ്യിലുണ്ട്. എന്നാൽ ചിലപ്പോൾ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒറ്റയടിക്ക് അത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം. പ്രത്യേകിച്ചും പ്രയോഗത്തിൽ വരുത്തേണ്ടതായ കാര്യങ്ങൾ, പ്രായോഗികമായ നിലയിൽ കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്നുള്ളതിന് നമുക്ക് ഉപദേശം ആവശ്യമുണ്ട്. ഒരു ഇന്ന വേ വേണമെങ്കിൽ ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയാം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിപ്പിച്ചു തരിക. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടത്. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, വചനത്തിൽ നീ ഇത് വായിച്ചിട്ടില്ലയോ? അതനുസരിച്ച് ഇവിടെ നീ പ്രവർത്തിക്കേണ്ടത് ഈ രീതിയിലാണ്. പ്രാക്ടിക്കൽ ലിവിങ്, അനുനിമിഷം വചനാനുസൃതം പ്രായോഗിക ജീവിതത്തിൽ ജീവിക്കേണ്ടതിന് നമ്മളെ ഉപദേശിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, അങ്ങനെ അനുനിമിഷം നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചാലേ പറ്റുകയുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയുക, മീറ്റിങ്ങിന് പോയി തുള്ളിയത് കൊണ്ട് മാത്രം കാര്യമില്ല. മീറ്റിങ്ങിന് പോക്കോ പാട്ടൊക്കെ പാടിക്കോ, ഞാനതിനൊന്നും എതിര് പറയുകയല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പവർ 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 എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളൊന്ന് താഴെ വീഴുന്നതോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ പ്രവൃത്തി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മ പ്രവൃത്തി എന്ന് പറയുന്നത് ഒന്ന്, കൽപ്പനകളെ അനുസരിക്കുവാനുള്ള ശക്തി നമുക്ക് പകർന്നു തരികയാണ്. അടുത്തത്, പ്രായോഗിക ജീവിതത്തിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിപരമായി അനലൈസ് ചെയ്ത് പലപ്പോഴും നമുക്കൊക്കെ അത്ര വലിയ ബുദ്ധിയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് തന്നെയല്ല,
അതിനെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായി ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ കടന്നു പോകുന്നതായ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരും എന്നുള്ളതാണ്. നമ്മളെ ഓർമ്മപ്പെടുത്തും, ഉപദേശിച്ചു തരും. ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പക്ഷെ നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ മോക്കൊരു കല്യാണാലോചന വരികയാണ്, അല്ലെങ്കിൽ മോനൊരു കല്യാണാലോചന വരികയാണെന്ന് വെച്ചു. കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പം രണ്ടുപേരുടെയും പ്രൊഫഷനൊക്കെ നല്ല കറക്റ്റായിട്ട് യോജിക്കും, സാമ്പത്തികമായിട്ട് യോജിക്കും, അതുപോലെ കുടുംബപരമായി യോജിക്കും, എല്ലാം നല്ല യോജിപ്പാണ്. അങ്ങനെ യോജിക്കും. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ചെറുക്കൻ അത്ര വേദവസപ്രകാരമുള്ള ഒരു ജീവിതമൊന്നും ജീവിക്കുന്ന ആളൊന്നുമല്ല. ദൈവവിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ അവൻ ഒരു യഥാർത്ഥ വിശ്വാസിയല്ല. അപ്പം നമ്മൾ ലോകക്കാരെല്ലാം പറയും, അയ്യോ നല്ലൊരു ആലോചന വന്നു, നീ അങ്ങ് സമ്മതിക്ക്, ഇത്രയും നല്ലൊരു ആലോചന വേറെ എവിടുന്ന് കിട്ടാനാ? ഉടനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വചനത്തിൽ നിന്ന്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. അത് നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരു സാഹചര്യം ഞാൻ പറഞ്ഞതാണ്. അതുപോലുള്ള ഏത് സാഹചര്യങ്ങളിലൂടെ പോയാലും നമ്മളെ ഓർമ്മിപ്പിക്കും. പ്രത്യേകിച്ച് അവിശ്വാസികളുടെ, ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ട സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ദമോയിൽ ഞാൻ ചെന്ന സമയത്ത് ഒരു ഗ്രാമത്തിലെ ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വന്നു. അവിടെ ലീഡർഷിപ്പിലുള്ള ആള് ആ ഗ്രാമത്തിലെ പൂജ നടക്കുമ്പോൾ ഇയാളാണ് പൂജയുടെ പ്രധാന ചുമതലക്കാരൻ. പക്ഷേ അയാൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് കൃഷിയുടെ പൂജയാണ്, അവിടുത്തെ ഒരു ജന്മിയുണ്ട്, അയാളുടെ കൃഷിയുടെ പൂജ നടക്കുകയാണ്. എന്നിട്ട് ആ പൂജ നടക്കുമ്പോൾ ഈ വ്യക്തിയാണ് അതിൻ്റെ കാർമ്മികത്വം വഹിക്കേണ്ടത്. പക്ഷേ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ചാ പൂജയെല്ലാം നടക്കുന്നു. അയാൾ അത് ചെയ്യാൻ വിസമ്മതിച്ചു. അപ്പോൾ ജന്മി അയാളെ വിളിപ്പിച്ചു. ജന്മി അയാളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, നീ എന്താ പൂജ നടത്താത്തത്? കഴിഞ്ഞ വർഷം വരെ നിനക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ, എന്തു പറ്റി? ഉടനെ അയാൾ പറഞ്ഞു, യജമാനനെ, അതൊരു വിഗ്രഹമല്ലേ, അതിന് കണ്ണില്ല, അതിൻ്റെ കണ്ണ് കാണത്തില്ല, അത് ചെവി കേൾക്കത്തില്ല. ആ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്തിനാ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചാലും അത് കേൾക്കത്തൊന്നുമില്ലല്ലോ. ജന്മി ചോദിച്ചു, നിനക്ക് എവിടുന്നാടാ ഈ വലിയ ജ്ഞാനമൊക്കെ കിട്ടിയത്? അങ്ങനെ ഇവൻ പറഞ്ഞു, ഞാനിപ്പോൾ വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്, വേദപുസ്തകം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതിന് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ എനിക്ക് പ്രയാസമാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ?
അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നീ എൻ്റെ കൃഷിസ്ഥലത്ത് ഇറങ്ങിയേക്കരുത്, നിനക്ക് എൻ്റെ കൃഷിസ്ഥലത്ത് ജോലിയില്ല. അവനെ ജോലിയിൽ നിന്ന് പിടിച്ചുവിട്ടു. പക്ഷെ ആ വ്യക്തി പറഞ്ഞു, ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാൽ ദൈവവചനത്തിൽ പറയുന്നതിന് വ്യത്യസ്തമായി ഞാൻ വിഗ്രഹാരാധന നടത്തുകയില്ല എന്ന് തീർത്തു പറഞ്ഞു. അത്ര ചെറിയ കാര്യമല്ല. പക്ഷേ അതിന് അയാളെ ഓർമ്മപ്പെടുത്തിയതാരാണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് ഓർമ്മപ്പെടുത്തിയത്. അതിനുശേഷം അല്പം കഷ്ടത്തിലൊക്കെ ആയിരുന്നു അയാളുടെ ജീവിതം. അയാൾക്കുണ്ടായിരുന്ന ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ കൃഷിയൊക്കെ ചെയ്ത് അല്പം കഷ്ടപ്പെട്ടു. എന്നാലും അയാൾ വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോയില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. അത്ര വലിയ സാഹചര്യങ്ങളിലൂടെയൊന്നും ആയിരിക്കില്ല നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയാം. പക്ഷേ നമുക്കും ഇതുപോലെ തന്നെ നമ്മളുടെ ഓഫീസുകളിലൊക്കെ ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, എല്ലാവരും ചെയ്യുന്ന പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൻ്റെ വാക്കുകളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടി നമ്മൾ പോവുകയാണ്. അതിനു മുമ്പ് ഇവിടെ പറയുന്ന വാക്ക്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതേപോലെ ആ കൽപ്പനകളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് അനുസരിക്കാനുള്ള ശക്തി വീണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനപരമായ പ്രവൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിന് ശേഷം നമുക്ക് വീണ്ടും വരാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.